ഫോർട്ട് കൊച്ചി ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊച്ചി നഗരസഭ 1-ാം ഡിവിഷൻ കൗൺസിലർ ഷൈനി മാത്യുവിന് സ്വീകരണം നൽകി. ക്ലബ് പ്രസിഡന്റ് സാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൗൺസിലർ ഷൈനി മാത്യുവിനെ ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഫോർട്ട് കൊച്ചി ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊച്ചി നഗരസഭ 1-ാം ഡിവിഷൻ കൗൺസിലർ ഷൈനി മാത്യുവിന് സ്വീകരണം നൽകി. ക്ലബ് പ്രസിഡന്റ് സാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൗൺസിലർ ഷൈനി മാത്യുവിനെ ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആദ്യം ഒരു കുറച്ച് ആൾക്കാരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ എക്സസൈസ് ചെയ്യാനാണെങ്കിലും കുറച്ച് പേരെ കാണാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഇത് വളരെയധികം വിപുലീകരിച്ച് ഇത്രത്തോളം അംഗങ്ങളും ഇത്രത്തോളം മെമ്പേഴ്സ് ഇവിടെ വന്ന് അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തടിച്ചുകൂടുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ആരോഗ്യമാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. അതിന് നിങ്ങളെല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ ശാരീരികമായ ആരോഗ്യം മാത്രമല്ല, നമ്മുടെ മാനസികമായ ആരോഗ്യവുമാണ് മെച്ചപ്പെടുന്നത്. ഈ രീതിയിൽ എന്നും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന പശ്ചിമ കൊച്ചിയിലെ ഡിവിഷനുകൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ മറ്റു ഡിവിഷനുകളിലേക്ക് മാറിപ്പോകുന്ന പ്രവണതയ്ക്ക് അറുതി വരുത്തണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു. പശ്ചിമ കൊച്ചിക്ക് ഒരു മേയർ ആവശ്യമാണെന്നും അത് ഷൈനി മാത്യുവിലൂടെയാകട്ടെയെന്നും പ്രസിഡന്റ് സാബു അലി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. വരുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് നമ്മുടെ പ്രദേശത്തിലേക്ക് യൂട്ടിലൈസ് ചെയ്യാറില്ല. ഇതേപോലെ 1-ാം ഡിവിഷൻ മുതൽ 5-ാം ഡിവിഷൻ വരെയുള്ള പ്രദേശങ്ങളെ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ കൂടുതലും പോകുന്നത് എറണാകുളം നഗരം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനൊരു മാറ്റം വരണം. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ കൃത്യമായി പരിഹരിക്കണമെങ്കിൽ നമുക്കൊരു മേയർ വേണം. കൗൺസിലർ ഷൈനി മാത്യു മറുപടി പ്രസംഗവും നടത്തി. ഫോർട്ട് കൊച്ചിക്കാർക്ക് ടൂറിസമാണ് ഒരു മെയിൻ റവന്യൂ എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസ് വേണം. കാരണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനായുള്ള എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. യോഗത്തിൽ സെക്രട്ടറി നിഷാജ്, വൈസ് പ്രസിഡന്റുമാരായ സിറാജ്, റഹീം, ക്ലബ് കമ്മിറ്റി അംഗങ്ങളായ റോഷൻ ജൂഡ്, അഡ്വക്കേറ്റ് സലീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിക്കും. സൗഹൃദങ്ങൾ മനോഹരമാവട്ടെ. സോൾട്ടിലെ വിഭവങ്ങൾ പോലെ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.